പീരിമേട് റാണികോവിൽ പുതുവൽ ഭാഗത്ത് സ്വകാര്യ വ്യക്തി 25ഓളം കുടുംബങ്ങളുടെ സഞ്ചാരമാർഗം തടസ്സപ്പെടുത്തിയിരിക്കുന്നതായി പരാതി. പോലീസിലും ഗ്രാമപഞ്ചായത്തിലും പരാതി അറിയിച്ചിട്ട് ഇവർ ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരമായില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട since 1950. പീരിമേട് പഞ്ചായത്തിലെ റാണികോവിൽ പുതുവൽ ഭാഗത്തായാണ് പ്രദേശവാസികളായ 25ഓളം കുടുംബങ്ങളുടെ സഞ്ചാരമാർഗമായ റോഡിൽ സ്വകാര്യ വ്യക്തി സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയിരിക്കുന്നതായി പരാതി അറിയിച്ചിരിക്കുന്നത്. തന്റെ സ്ഥലത്തുകൂടിയാണ് റോഡ് കടന്നു പോകുന്നതെന്ന അവകാശവാദം ഉന്നയിച്ച് ചപ്പുചവറുകളും ആട്ടിൻകൂട്ടിൽ നിന്നുമുള്ള വേസ്റ്റുകളും റോഡിൽ നിക്ഷേപിച്ചാണ് സ്വകാര്യ വ്യക്തി 25ഓളം കുടുംബങ്ങളുടെ സഞ്ചാരമാർഗം തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പീരിമേട് പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് പ്രദേശവാസികളെയും സ്വകാര്യ വ്യക്തിയെയും വിളിച്ചു വരുത്തി ചർച്ച ചെയ്തിട്ടും യാത്രാ തടസ്സം സൃഷ്ടിക്കുന്ന പ്രവർത്തികൾ സ്വകാര്യ വ്യക്തി തുടരുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. വേസ്റ്റും കാര്യങ്ങളും റോഡിൽ വെച്ച് വഴി യാത്രാ തടസ്സം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഇത് മാറ്റാൻ വരുകയും ഇവർ ഞങ്ങളെ മാറ്റാൻ അനുവദിക്കാതിരിക്കുകയും അതിനുശേഷം പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും പീരുമേട് CEO ഓഫീസിൽ പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പീരുമേട് സ്റ്റേഷനിൽ വിളിച്ച് ഇരുകൂട്ടരെ ഇരുത്തി സംസാരിപ്പിച്ചതിന് ശേഷം ഈ പ്രശ്നം ഒന്ന് പറഞ്ഞ് പരിഹരിച്ച് പോയതായിരുന്നു. അതിനുശേഷം വീണ്ടും ഇവർ ഈ വേസ്റ്റും കാര്യങ്ങളും കൊണ്ട് വഴിയിലിട്ട് ഈ സഞ്ചാരയോഗ്യം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. വാഹനങ്ങൾ പോകാനും മറ്റുള്ള റോഡിൽ ചപ്പുചവറുകൾ നിക്ഷേപിക്കുന്നതിനോടൊപ്പം കാർഷിക വിളകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്ത് തന്റെ സ്ഥലമാണ് ഇതെന്ന അവകാശവാദം ഉന്നയിക്കുകയാണ് സ്വകാര്യ വ്യക്തി ചെയ്തു വരുന്നത്. ഇതുമൂലം റോഡിലൂടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും വാഹനങ്ങൾ കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും നാട്ടുകാർ പറഞ്ഞു. പ്രദേശത്തെ 25ഓളം കുടുംബങ്ങളുടെ യാത്രാമാർഗമായ റോഡ് നവീകരിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നടക്കുവാനിരിക്കെയാണ് സ്വകാര്യ വ്യക്തിയുടെ ഇത്തരം ജനദ്രോഹ നടപടിയെന്നും നാട്ടുകാർ പറഞ്ഞു. പിന്നെ ആണുങ്ങളെയൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു വഴക്ക് നടക്കുന്ന കാരണം ധൈര്യമായിട്ട് വിടാൻ പറ്റത്തില്ല. ആണുങ്ങളെയൊക്കെ പീഡനക്കേസ് പ്രതിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഭീഷണി മുഴക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്ന്. ഈ സൈഡ് നല്ലപോലെ ഇടിഞ്ഞിട്ടുണ്ട്. ഇടിഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേ കൂടെ പിന്നെ ഉള്ള വെള്ളം മുഴുവൻ പോകുന്ന ഈ സൈഡിലാണ്. അന്നേരം നമ്മൾ എപ്പം വേണേലും ഇത് ഇടിഞ്ഞു പോകും. വണ്ടിയും കൊണ്ട് നമ്മൾ ഇറങ്ങി വരുമ്പോൾ അത് എപ്പം വേണേലും ഇടിയും. അപ്പം നമ്മൾ അവരോട് പറയുന്നത് ഈ വേസ്റ്റ് ഒന്ന് മാറ്റിക്കളയാനാണ്. അന്നേരം നമുക്ക് ഇച്ചിരി മുകളിലോട്ടാണേലും കയറ്റി പിടിച്ച് പോകാം. അത് അവർ സമ്മതിക്കുന്നില്ല. അത് അവർ കരം കെട്ടിയ സ്ഥലമാണ്. റോഡ് ആരെങ്കിലും കരം കെട്ടുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. പോലീസിൽ പരാതി നൽകിയ ശേഷം ഗ്രാമപഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചുവെങ്കിലും തങ്ങളുടെ യാത്രാമാർഗം തടസ്സപ്പെടുത്തുന്ന സ്വകാര്യ വ്യക്തിക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും പരാതികൾ നൽകിയതിനെ തുടർന്ന് കള്ളക്കേസ് കൊടുക്കുമെന്ന ഭീഷണി ഉയർത്തിയതായും പ്രദേശവാസികൾ പറഞ്ഞു. റോഡിന്റെ ഈ ഭാഗത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിച്ച സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുപോയ ഭാഗത്താണ് റോഡ് കയ്യേറി ചപ്പുചവറുകൾ നിക്ഷേപിച്ചിരിക്കുന്നതും കാർഷിക വിളകൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതും. സ്കൂളിൽ പഠിക്കുന്ന 25ഓളം കുടുംബങ്ങളുടെ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുവാനുള്ള വാഹനം എത്തേണ്ടതുണ്ട് ഈ പ്രദേശത്തേക്ക്. ആയതിനാൽ അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.